ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 4 നോക്കാം. ദ ഹാപ്പി പ്രിൻസ്, സന്തോഷവാനായ രാജകുമാരൻ. ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഇറ്റ് വാസ് ഫ്രൈഡേ നൈറ്റ്. മിഥുൻ വാസ് റിലാക്സിങ് ഇൻ എ ചെയർ. ഹി വാസ് വാച്ചിങ് ഹിസ് ഫേവറേറ്റ് ടി വി ഷോ. അതൊരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. മിഥുൻ ഒരു ചെയറിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അവന് ടി വിയിൽ അവൻ്റെ ഫേവറേറ്റ് ടി വി ഷോ കാണുകയാണ്. ഹിസ് മദർ വാസ് ഇൻ ദ കിച്ചൺ ക്ലീനിങ് ഡിഷസ്, പോട്ട്സ് ആൻഡ് പാൻസ്. അവൻ്റെ അമ്മ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഫീലിംഗ് ടയേർഡ്, ഷീ ഡിസൈഡഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചപ്പോൾ അമ്മ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. മിഥുൻ നോട്ടീസ്ഡ് ഹിസ് മദർ ഗോയിങ് ടു ബെഡ് ഏർലി. അപ്പോൾ മിഥുൻ അത് ശ്രദ്ധിച്ചു. അമ്മ ഇന്ന് നേരത്തെ ആണല്ലോ കിടക്കാൻ പോകുന്നത്. ഹി ആസ്ഡ്, ആർ യു ഓൾ റൈറ്റ് മോം? അപ്പോൾ മിഥുൻ ചോദിച്ചു, അമ്മ ആർ യു ഓക്കെ? എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഐ എം ഓക്കെ ബട്ട് ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ എ വൈൽ, ഷീ റിപ്ലൈഡ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. മിഥുൻ ഫെൽറ്റ് എ ബിറ്റ് സോറി. അപ്പോൾ മിഥുന് ഒരു ചെറിയ വിഷമം തോന്നി. ഐ ഷുഡ് ഹാവ് ഹെൽപ്പ് മദർ, ഹീ തോട്ട്. ഞാൻ അമ്മയെ സഹായിക്കേണ്ടതായിരുന്നു. ഹീ ഫെൽറ്റ് വെരി ഗിൽറ്റി. അവൻ സഹായിക്കാത്തതിനെക്കുറിച്ചോർത്ത് അവന് വല്ലാതെ പശ്ചാത്തപിച്ചു. ഹി ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ടു ദ കിച്ചൺ. അവൻ അങ്ങനെ ടി വി കാണുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. ഹി ക്ലീൻഡ് എവറി പാൻ ആൻഡ് പോട്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഹി വാഷ്ഡ് ഓൾ ദ ഡിഷസ് ആൻഡ് സ്ക്രബ്ഡ് എവറി ലിറ്റിൽ സ്പോട്ട്. ദ കിച്ചൺ ലുക്ക്ഡ് വെരി ക്ലീൻ ആൻഡ് സീം ടു സ്പാർക്കിൾ. പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ തുടച്ച് മിനുക്കി നല്ല അടിപൊളിയാക്കി വെച്ചു. മിഥുൻ വാസ് റിയലി ഹാപ്പി സിൻസ് ഷീ ഹാഡ് മെയ്ഡ് എ ഡിഫറൻസ്. മിഥുന് അതൊക്കെ കണ്ടപ്പം ഒരു പ്രത്യേക സന്തോഷം തോന്നി, അവൻ അതൊക്കെ ചെയ്തല്ലോ എന്നോർത്ത്. ആഫ്റ്റർ എ വൈൽ, വെൻ മിഥുൻസ് മദർ വോക്ക് അപ്പ് ആൻഡ് വെൻറ്റ് ടു ദ കിച്ചൺ ടു ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്, ഷീ വാസ് റിയലി സർപ്രൈസ്ഡ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അമ്മ എഴുന്നേറ്റ് ഇന്ന് അടുക്കളയിലെ ബാക്കി പണികളൊക്കെ തീർക്കാം എന്ന് കരുതി അകത്തേക്ക് ചെന്നപ്പോൾ എന്താ കണ്ടത്? നല്ല ക്ലീനായി കിടക്കുന്ന അടുക്കള കണ്ടപ്പോൾ അമ്മ ആകെ സർപ്രൈസ്ഡായി. She could not believe her eyes. The kitchen was so clean. She was very happy that her son had helped her. അപ്പോൾ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ കിച്ചൺ ഇത്ര വൃത്തിയാക്കി വെച്ചേക്കുന്നു, എൻ്റെ മോനാണല്ലോ ഇത് ചെയ്തത്. അവനെ കുറച്ചോർത്ത് അവരുടെ അമ്മയ്ക്ക് നല്ല സന്തോഷം തോന്നി. She went to Mithun's bed and hugged her. Thank you, my dear, for caring me so much. You are really a nice child. അപ്പം അമ്മ എന്ത് ചെയ്തു? അമ്മ ഓടിച്ചെന്ന് കട്ടിലിൽ കിടക്കുമായിരുന്നു. അപ്പോൾ മിഥുന ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇത്രയധികം നീ എന്നെ കെയർ ചെയ്തല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി, നീ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. മിഥുൻ അണ്ടർസ്റ്റുഡ് ദെൻ ദാറ്റ് ഹെൽപ്പിംഗ് അതേഴ്സ് മേക്ക് ദം ഹാപ്പി ആൻഡ് ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു. അപ്പോൾ മിഥുൻ ഒരു കാര്യം മനസ്സിലായി, നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്താൽ അവർക്ക് ഒരുപാട് സന്തോഷമാവുമെന്നും അവരുടെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കതിനേക്കാളേറെ സന്തോഷം ഉണ്ടാവും എന്ന് മിഥുന് മനസ്സിലായി. ദ ഹാപ്പി പ്രിൻസ്. ദെയർ വാസ് എ പ്രിൻസ് ഇൻ എ ഫാർ അവേ ലാൻഡ് ഹു വാസ് ഓൾവേസ് ഹാപ്പി. ഒരിടത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് പ്രത്യേകത? ഹി വാസ് ഓൾവേസ് ഹാപ്പി. അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു. വെൻ ഹി ഡൈഡ്, the courtiers of the palace made the statue of the happy prince and put it up high in the town. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോർട്ടിയേഴ്സ്, അതായത് ആ നാട്ടുകാരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ആ പാലസിൻ്റെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ടാക്കിയിട്ട് അവിടെ അത് നല്ല ഉയരത്തിൽ ആ ടൗണിൻ്റെ ഏറ്റവും പൊക്കത്തിലായിട്ട് സ്ഥാപിച്ചു. നൗ റീഡ് ഓൺ. ഇനി നമുക്ക് വായിക്കാം. High above the city, on a tall column, stood the statue of the happy prince. അങ്ങനെ ഈ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു ഇങ്ങനെ നല്ല ഉയരത്തിൽ ടൗണിൽ ഇങ്ങനെ നിൽക്കുകയാണ്. He was gilded all over with thin leaves of fine gold. For eyes he had 2 bright sapphires, and a large red ruby glowed on his sword hilt. ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ എങ്ങനെയുള്ളതായിരുന്നു? ഒരു സ്വർണ്ണം പൂശിയ, ഗൈൽഡഡ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണം പൂശിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രതിമ മുഴുവനും ഫൈൻ ഗോൾഡ്, അതായത് സ്വർണത്തിൻ്റെ ചെറിയ ഇലകൾ വെച്ചിട്ട് മുഴുവൻ ഇങ്ങനെ പൂശിയേക്കുന്നതായിരുന്നു ആ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു. ഫോർ ഐസ് ഹി ഹാഡ് 2 ബ്രൈറ്റ് സഫേഴ്സ്.
കണ്ണുകളുടെ സ്ഥാനത്ത് 2 വലിയ നീല കല്ലുകളുണ്ടായിരുന്നു. ആൻഡ് എ ലാർജ് റെഡ് റൂബി ഗ്ലോഡ് ഓൺ ഹിസ് സ്വാഡ് ഹിൽറ്റ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാളിൻ്റെ പിടിയിൽ ഒരു വലിയ മാണിക്യക്കല്ലും പതിപ്പിച്ചിരുന്നു. He was very much admired indeed. Be like the happy prince. He never cries for anything, said a mother to her little boy who was crying for the moon. എല്ലാവരും ഈ ഹാപ്പി പ്രിൻസിനെ നന്നായി അഡ്മയർ ചെയ്തിരുന്നു, നന്നായി ബഹുമാനിച്ചിരുന്നു. എല്ലാവരും ഹാപ്പി പ്രിൻസിനെ പോലെ ആകണം എന്ന് പറഞ്ഞിരുന്നു. ഫോർ എക്സാമ്പിളാണ് ഇതാ ഇവിടെ പറയുന്നത്. ഒരു അമ്മയുടെ കുഞ്ഞു മകന് എനിക്ക് മൂണിനെ വേണം, എനിക്ക് അമ്പിളിയമ്മാവിനെ വേണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ പറഞ്ഞു, നോക്കൂ, നീ ആ ഹാപ്പി പ്രിൻസിനെ പോലെ ആവണം. ഹാപ്പി പ്രിൻസ് ഒരു കാര്യത്തിനും ഒന്നിനു വേണ്ടിയും കരയാറില്ല എന്ന് പറഞ്ഞു. I am glad there is someone in the world who is quite happy, muttered a disappointed man. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, ആകെ വിഷമിച്ചിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ വേൾഡിൽ അങ്ങനെയെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷമുണ്ടെന്ന് ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ദ ലിറ്റിൽ സ്വാലോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബേർഡാണ് കേട്ടോ. വൺ നൈറ്റ് ദർ ഫ്ലൂ ഓവർ ദ സിറ്റി എ ലിറ്റിൽ സ്വാലോ. ഒരു ദിവസം രാത്രിയിൽ ആ സിറ്റിയിലേക്ക് ഒരു സ്വാലോ, ഒരു കുരുവി പറന്നു വന്നു. ഹിസ് ഫ്രണ്ട്സ് ഹാഡ് ഗോൺ അവേ ടു ഈജിപ്റ്റ് ടു സേവ് ദംസെൽഫ് ഫ്രം ദ അപ്രോച്ചിങ് വിൻ്റർ. അവൻ്റെ കൂട്ടുകാരൊക്കെ ഈജിപ്തിലേക്ക് പറന്നു. എന്താണ്, ഇപ്പോൾ വിൻ്റർ വരുന്നുണ്ട്, തണുപ്പ് കാലം. ആ തണുപ്പ് കാലത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടുകാരൊക്കെ ഈജിപ്തിലേക്ക് പറന്നിരുന്നു. Where shall I stay? He asked himself. എവിടെ എനിക്കിന്നൊന്ന് താമസിക്കാൻ പറ്റുക എന്ന് ആ കുരുവി അവനോട് തന്നെ ചോദിച്ചു. Then he saw the statue on the tall column. അപ്പോഴാണ് അവൻ ആ വലിയ സ്റ്റാച്യു കാണുന്നത്, ആ ടോൾ കോളത്തിനുള്ളിലിരിക്കുന്ന വലിയ സ്റ്റാച്യുവിനെ കാണുന്നത്. I'll stay there, he cried. He alighted just between the feet of the happy prince. ഓക്കെ, എന്നാൽ ഞാൻ അവിടെ തന്നെ താമസിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ പറന്ന് ചെന്നിട്ട് ആ ഹാപ്പി പ്രിൻസിൻ്റെ ഫീറ്റിൽ തന്നെ വന്ന് ഇരുന്നു. I have a golden bedroom, he said. When he put his head under his wing, a large drop of water fell on him. ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമയിലല്ലേ ഇപ്പം നമ്മുടെ കുരുവി കിടക്കുന്നത്. അപ്പോൾ ആ കുരുവി പറയാണ്, നോക്കിക്കേ, എനിക്കൊരു ഗോൾഡൻ ബെഡ്റൂം ഉണ്ട്. ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ എന്തുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്? ഗോൾഡ് വെച്ചല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കുരുവി വന്ന് ആ ഗോൾഡിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കുരുവി പറയാണ്, നോക്കിക്കേ, എനിക്കിപ്പോൾ ഒരു ഗോൾഡൻ ബെഡ്റൂമാണ് ഉള്ളത് എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് കുരുവി ഇങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട് അതിൻ്റെ ചിറകൊക്കെ വിരിച്ചിട്ട് ആ ചിറകിലേക്ക് ഇങ്ങനെ കിടന്നപ്പോൾ ഒരു വലിയ തുള്ളി വെള്ളം അതിൻ്റെ ദേഹത്ത് വന്നു വീണു. What a curious thing, he cried. There is not a single cloud in the sky. The stars are quite clear and bright and yet it is raining. അപ്പോൾ കുരുവി ആകെ അതിശയിച്ചു പോയി. ഇപ്പം നോക്കിക്കേ, ഈ ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയാണല്ലോ, ഇവിടെ നല്ല രീതിയിൽ സ്റ്റാർസും ഉണ്ട്, അവരൊക്കെ നല്ല ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യുന്നുമുണ്ട്, റെയിനൊന്നും ഇല്ല, മഴയുടെ ഒരു ലക്ഷണം പോലും ഇല്ല, പിന്നെ എവിടെ നിന്നാണ് ഈ വെള്ളം വന്നത്? Then another drop fell. അപ്പം ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത തുള്ളി വെള്ളവും ഇതിൻ്റെ ചിറകിൽ വന്ന് വീണു. I must look for another place, he said and was about to fly away. അയ്യോ, ഇവിടെ നിന്ന് എന്തോ കുഴപ്പമുണ്ട്, എവിടെ നിന്നാണോ ഈ വെള്ളം വീഴുന്നത്, എന്തായാലും എനിക്ക് ഇവിടുന്ന് പോവാം എന്ന് കരുതി. But before he had opened his wings, a third drop fell and he looked up and saw. അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതി ഇങ്ങനെ പതിയെ എഴുന്നേറ്റപ്പോൾ തന്നെ ഉണ്ടടാ അടുത്തൊരു തുള്ളി വെള്ളവും കൂടി വീണു. അപ്പോൾ പെട്ടെന്ന് കുരുവി മുകളിലേക്ക് നോക്കി. എന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, take care, bye bye. Thank you for watching.